നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ രാത്രിയിൽ വലിയവനായ ദൈവം നമ്മെ ഭദ്രമായി പരിപാലിച്ചുവല്ലോ. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണർന്നെഴുന്നേൽപ്പാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനായി ദൈവത്തിന് നന്ദി പറയാം. ഈ രാവിലെ സമയം മുതൽ നാം ഇനിയും പുതിയ പുതിയ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ തുടങ്ങുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, മറ്റ് വിവിധങ്ങളായ വാർത്താമാധ്യമങ്ങളിലൂടെ എല്ലാം നാം പുതിയ പുതിയ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ചിലതൊക്കെ നമുക്ക് സന്തോഷം നൽകാറുണ്ടെങ്കിലും ഭൂരിഭാഗം വാർത്തകളും നമ്മുടെ മനസ്സിന് വല്ലാത്ത നൊമ്പരമേൽപ്പിക്കുന്ന വാർത്തകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. സ്വാഭാവികമായ മരണത്തേക്കാൾ കൂടുതൽ സംഭവിക്കുന്നതായ അപകട മരണങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. മാത്രമല്ല ഇനിയും നാം കാണുവാനായിട്ട് തുടങ്ങുകയാണ്. ഇങ്ങനെ നമ്മുടെ സമാധാനം കെടുത്തിക്കളയുന്ന, നമ്മുടെ മനസ്സിന് വല്ലാത്ത നൊമ്പരമേൽപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ദിവസേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രാമപ്രദേശങ്ങളിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതായ കാര്യങ്ങൾ, അസംഭാവ്യം എന്ന് വിചാരിച്ചിരുന്നതായ പല കാര്യങ്ങളും നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും അരങ്ങേറുന്നു. നീതിയും ന്യായവും എല്ലാം അന്യം നിന്ന് പോകുന്നതായ ഒരു കാലത്ത് നാം ജീവിക്കുന്നു. അക്രമത്തിനും അനീതിക്കും തക്കതായ ശിക്ഷയില്ലാത്തതായ ഒരു കാലഘട്ടം. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്നവർ ജീവൻ എടുക്കുന്നതായ ഒരു കാലഘട്ടം. ന്യായവിധികൾ നടപ്പിലാക്കേണ്ടുന്ന കോടതികളിൽ നിന്ന് അന്യായ വിധികൾ പുറപ്പെടുന്നു എന്ന് ജനം വിലയിരുത്തുന്നതായ ഒരു കാലഘട്ടം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായ ഒരു സമയം. എന്തിനേറെ കൊച്ചു കുട്ടികൾ പോലും മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ഉപയോഗിക്കുന്നതായ ഒരു കാലത്തിലേക്ക് നാം വന്നിരിക്കുന്നു. നമ്മുടെയൊക്കെ മുൻപിൽ വിടർന്ന ചിരിയുമായി പ്രത്യക്ഷപ്പെടുന്ന സാംസ്കാരിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മത നേതാക്കന്മാർ, ഇവരിൽ പലരും നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് പൊയ്മുഖങ്ങൾ വെച്ചുകൊണ്ടാണെന്നും ഇവരുടെ യഥാർത്ഥമായ ക്രൂരമായൊരു മുഖം ഇതിൻ്റെ പിന്നിലുണ്ടെന്നും തിരിച്ചറിയുവാൻ ഇടയാകുമ്പോഴാണ് ഈ ലോകം എത്രമാത്രം ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. പണ്ടൊക്കെ മെട്രോപൊളിറ്റൻ സിറ്റികൾ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്ന അധോലോക സംഘങ്ങൾ ഇന്ന് കൊച്ചു കൊച്ചു ഗ്രാമപ്രദേശങ്ങൾ പോലും കൈയടക്കിയിരിക്കുന്നു. ഏതൊരു അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും അനീതിയുടെയും പിന്നിൽ ഒരു അധോലോകത്തിൻ്റെ കരങ്ങളുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമായി അവശേഷിക്കുന്നു. വാസ്തവത്തിൽ ഈ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്? കുറേ നാളുകൾ ഇങ്ങനെ ജീവിച്ച് അക്രമവും അനീതിയും ഒക്കെ കാണിച്ച് അതിനിടയിൽ കുറേ പണം സമ്പാദിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ ജീവിതത്തിൻ്റെ അവസാന സമയത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്ത് നേടി എന്നുള്ള ചോദ്യത്തിൻ്റെ മുൻപാകെ കൈമലർത്തുകയല്ലാതെ അതിന് കൃത്യമായൊരു മറുപടി കൊടുക്കുവാൻ സാധിക്കാതെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോകുന്നത് എത്ര ദയനീയമായ ഒരു കാര്യമാണ്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നാം എന്താണ് നേടേണ്ടുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും, പണമോ പ്രശസ്തിയോ പ്രതാപമോ സ്വാധീനമോ സമ്പത്തോ എന്തൊക്കെ നേടിയിരുന്നാലും അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നാം നേടേണ്ടുന്നത്. നമ്മുടെ ജീവനെ നേടുവാൻ നമുക്ക് സാധിക്കണം എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവനെ നേടുവാൻ സാധിക്കും, നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കും. ആ നിത്യജീവനാണ് അവനെ ഈ ലോകത്തിനപ്പുറമായിട്ടുള്ള ദൈവത്തോടു കൂടെയുള്ള വാസത്തിനു വേണ്ടി അവനെ യോഗ്യതയുള്ളവനാക്കുന്നത്. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അസമാധാനം നിറഞ്ഞിരിക്കുന്നതായ ഒരു ലോകത്തിൽ അക്രമവും കൊലയും കൊള്ളിവയ്പ്പും എല്ലാം അനുനിമിഷം വർദ്ധിച്ചു വരുന്നതായ ഒരു കാലത്ത് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ് കർത്താവേ.
ഇതുവരെയും തങ്ങളുടെ ജീവനെ നേടുവാൻ സാധിക്കാത്ത ആരെങ്കിലും കർത്താവെ ഇന്ന് രാവിലെ വചനം ശ്രവിച്ചുവെങ്കിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് തങ്ങളുടെ പ്രാണനെ നേടുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. എന്നും ദൈവവചനത്തിൻ ആഴങ്ങളിലേക്ക് ശ്രവിക്കാം സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. സ്നേഹമറിയാതെ ലോകസുഖം തേടി തേടി നാളുകളേറെയായി ഞാനെൻ ജീവിതം ശൂന്യമാക്കി. ദൈവസ്നേഹമറിയാതെ ലോകസുഖം തേടി തേടി നാളുകളേറെ ജീവിതം